ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനും നിങ്ങളോടൊപ്പമായിരിക്കുവാനും ദൈവം നൽകിയ നല്ല അവസരത്തിനായി എല്ലാ മഹത്വവും ഞാൻ യേശുവിന് അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഈ എപ്പിസോഡുകൾ വിവിധ ടെലിവിഷൻ ചാനലുകളിലൂടെ, ഇൻ്റർനെറ്റിലൂടെ, യൂട്യൂബിലൂടെ ഒക്കെ ഞങ്ങളെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രേക്ഷകരോടുമുള്ള സ്നേഹത്തെ, ബഹുമാനത്തെയും ഞാൻ അറിയിക്കുന്നു. ലോകമെമ്പാടുമുള്ള അനേക മലയാളികൾക്ക് ഈ പ്രോഗ്രാം നിമിത്തം ലഭിക്കുന്ന ആശ്വാസത്തിനും സമാധാനത്തിനും വിടുതലിനും കാരണക്കാരനായിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്, തൻ്റെ വചനമാണ്. നൂറുകണക്കിന് വ്യക്തികളുടെ സാക്ഷ്യങ്ങളാണ് ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും ഞങ്ങൾ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ പ്രോഗ്രാം നിമിത്തം, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ വചന നിമിത്തം നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: അവൻ്റെ വീരമഹാത്മ്യ നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. ബൈ ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ നോ വൺ ഈസ് മിസ്സിങ്. 2017 എന്ന ഈ വർഷത്തിൽ നിങ്ങളുടെ ലൈഫിൽ അവൻ്റെ വീരമഹാത്മ്യം നിമിത്തം, ദൈവത്തിൻ്റെ വല്ലഭത്വം നിമിത്തം നിങ്ങൾക്ക് ഒന്നും മിസ് ചെയ്യത്തില്ല. തുടർന്ന് വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ നമുക്ക് വചനം കേൾക്കാം. കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിൽ ആ വചനം ക്രിയ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിനെ ദൈവം, തേരഹിൻ്റെ പുത്രനായ അബ്രഹാമിനെ ഏകനായി വിളിച്ച് ദൈവം അവനെ വർദ്ധിപ്പിച്ച് ഐശ്വര്യമായി അനുഗ്രഹിച്ച് അവനെ ഒരു ജാതിയാക്കി മാറ്റി. അതെ, അബ്രഹാമിൻ്റെ ലൈഫിൽ വെളിപ്പെട്ടതായ ആ ഗ്രേറ്റ്നെസ് ഈ 2017 എന്ന വർഷത്തിൽ നിങ്ങളുടെ ലൈഫിലും കാണണമെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരുന്നത് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താലാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല വ്യക്തികളും ദൈവത്തിൻ്റെ വല്ലഭത്വം, അവൻ്റെ വീര മഹാത്മ്യം ഈ 2017 എന്ന വർഷത്തിലും തുടർന്നുള്ള നാളുകളിലും കാണുവാനിടയാകും. എന്നാൽ ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് വ്യക്തിപരമായി വെളിപ്പെടുമ്പോൾ തന്നെ അത് ദൈവം വെളിപ്പെടുത്തുന്നത് ചിലർ കാണുകയാണ്. ചിലർ കാണുക, ചിലർ കേൾക്കെ അവൻ്റെ വല്ലഭത്വം അവൻ വെളിപ്പെടുത്തും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വർഷം നിങ്ങൾ പലയിടത്തും, കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ പലയിടത്തും നിന്ദിക്കപ്പെട്ടത് ചിലർ കാണുകയാണ്. ചിലരെയൊക്കെ മുൻപാകെ നിങ്ങൾ ഇൻസൾട്ടഡായി, ചിലരെയൊക്കെ മുൻപാകെ നിങ്ങൾ ഒരു പരിഹാസപാത്രമായി, ചിലരെയൊക്കെ മുൻപാകെ നിങ്ങൾ ഒരു പരാജയമെന്ന് അവർ കാണുവാനിടയായി. എന്നാൽ മറ്റുള്ളവർ കാണുകെ നിങ്ങളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. ഈ വചനങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ദൈവം അത് ചെയ്യും. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. ജോഷുവ, ഞാൻ നിന്നെ വിളിച്ചുവെന്നും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നും ഇസ്രായേൽ ജനം എല്ലാം അറിയേണ്ടതിന് അവർ കാണുകെ ഞാൻ നിന്നെ വലിയവനാക്കും. The Lord said to Joshua, today I will begin to magnify you in the sight of all Israelites. അവർ കാണുക ഞാൻ നിന്നെ മാഗ്നിഫൈ ചെയ്യും, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ എക്സോൾട്ട് ചെയ്യും, ഞാൻ നിന്നെ ഉയർത്തുവാനിടയാകും. ഇന്നെന്നെ കാണുന്ന, കേൾക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട് പറയട്ടെ, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ജോഷുവായെ ഇസ്രായേൽ ജനം കാണുക ഉയർത്തിയ ഒരു ദൈവം. പക്ഷേ ആ ഉയർച്ചയുടെ നടുവിലും ജോഷുവ പറഞ്ഞൊരു വാക്കുണ്ട്: ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ദൈവം നമ്മളെ ഉയർത്തി കഴിയുമ്പോൾ, ദൈവം മാനിച്ചു കഴിയുമ്പോൾ, ദൈവത്തെ മറന്നും മറുതലിച്ചും പോകുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ കഴിയുന്നു. പലയിടത്തും, പല സ്ഥലങ്ങളിലും മുൻപത്തെ പോലെ അവർ പ്രാർത്ഥിക്കുകയോ ദൈവമായിട്ടൊരു ബന്ധമുള്ള വ്യക്തികളായി നിൽക്കുകയോ ചെയ്യാതെ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും പദവികളും നന്മകളും നിമിത്തം
ദൈവത്തെ മറക്കുന്നതായ ഒരു കൂട്ടത്തെ നാം കാണുമ്പോൾ ജോഷുവയുടെ ദൈവം പറഞ്ഞു, അവർ കാണെ ഞാൻ നിന്നെ വലിയവനാക്കും. നിങ്ങൾക്കറിയുമോ, മോശയുടെ കൂടെ ഇരുന്നത് പോലെ തന്നെ ജോഷുവയുടെ കൂടെയും ദൈവം ഇരുന്നു. ആ ജനം കാണെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിലൂടെ വെളിപ്പെടുത്തി. മറ്റു പലർക്കും എത്തുവാൻ കഴിയാത്തടുത്ത് ജോഷുവയെ ദൈവം എത്തിച്ചു. പക്ഷേ ആ സമയത്തും ജോഷുവയുടെ തീരുമാനത്തിന് മാറ്റമുണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ 2017 വർഷത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ പ്രവചിക്കുന്നു സഹോദരങ്ങളെ, ഈ വർഷം ചിലർ കാണെ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. ചിലർ കാണെ ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടും. അപ്പോഴും നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾ പറയണം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഈ ദൈവത്തെ സേവിക്കും. സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനത്തിൽ ചിലർ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലേ? ചിലർ കർത്താവിനെ അറിഞ്ഞിട്ടില്ലേ? ഈ 2017 വർഷത്തിൽ ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടും. നിങ്ങളുടെ കുടുംബത്തിലുള്ള പലരും വിശ്വാസത്തിലേക്കും യേശുവിനോടുള്ള സ്നേഹത്തിലേക്കും കടന്നു വരുവാൻ ഇടയാകും. വിശുദ്ധ വചനം പഠിക്കുമ്പോൾ ജോഷുവ മാത്രമല്ല, ജോഷുവയുടെ ഒരു സ്പിരിച്വൽ ഫാദറായിരുന്ന, അല്ലെങ്കിൽ ജോഷുവയുടെ ലീഡറായിരുന്ന മോശയും ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് കണ്ടു. പുറപ്പാട് പുസ്തകം 14 അധ്യായം 20 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനത്തിൽ കാണുന്നു, മോശ കടലിന് മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. നോക്കിയേ, മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ അവർ നടന്ന് ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അവർക്ക് മുൻപോട്ട് പോകാനുള്ള യാതൊരു ഓപ്ഷൻസുമില്ല. അവർ മുമ്പിൽ ആർത്തു വിളിക്കുന്ന ചെങ്കടലാണ് അവർ കാണുന്നത്. അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതിരുന്നപ്പോൾ അവരിൽ പലരും പിറുപിറുത്തു. മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങളെ കൊല്ലുവാനാണോ ഇവിടെ എത്തിച്ചതെന്നൊക്കെ മോശയുടെ നേരെ അവർ പിറുപിറുത്തപ്പോഴും ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ്, ദൈവത്തിൻ്റെ വല്ലഭത്വം, അവൻ്റെ വലിപ്പം, അവൻ്റെ വീരമഹാത്മ്യം കണ്ട വ്യക്തിയായിരുന്നു മോശ. മുൾപ്പടർപ്പിൻ്റെ നടുവിൽ മുൾപ്പടർപ്പ് കത്താതെ ദൈവത്തിൻ്റെ ശബ്ദം ഹോരേബിൽ വെച്ച് കേട്ട മോശയ്ക്ക് അറിയാമായിരുന്നു ദൈവത്തിൻ്റെ വല്ലഭത്വം, അവൻ്റെ ഗ്രേറ്റ്നെസ്. ആ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന മോശ എന്നാ ചെയ്തേ? വിശ്വാസത്തോടെ അവൻ വടി നീട്ടി, അവൻ പ്രാർത്ഥിച്ചു. അവൻ്റെ കൈ നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. അതിൻ്റെ നടുവിലൊരു വഴി ഉണ്ടായി വന്നു. ഇതാണ് ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ്. ഒരു ബോട്ട് ദൈവം അയച്ചിരുന്നെങ്കിൽ, ഒരു ഷിപ്പിൽ അവരെ വിട്ടിരുന്നെങ്കിൽ അതൊരു നോർമൽ കാര്യമാണ്, അതൊരു ആവറേജ് കാര്യമാണ്. അതിനെ നമുക്കൊരിക്കലും ഗ്രേറ്റ്നെസ് എന്ന് പറയാൻ കഴിയത്തില്ല. അതൊരു സാധാ കാര്യമായിരിക്കും. എന്നാൽ നിലവിലുണ്ടായിരുന്ന കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ട് അതിനെ ചിറ പോലെ രണ്ട് സൈഡിലും ഉയർത്തി നിർത്തി ആ നടുക്കൂടൊരു വഴിയുണ്ടാക്കി ആ വഴിയിലൂടെ ദൈവം തൻ്റെ ജനത്തെ നടത്തിയെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വല്ലഭത്വമാണ്, അവൻ്റെ ഗ്രേറ്റ്നെസ്സാണ്, അവൻ്റെ ശക്തിയുടെ ആധിക്യമാണ്, അത് ദൈവത്തിൻ്റെ വലിപ്പമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ വർഷത്തിൽ എൻ്റെ മാന്യ പ്രേക്ഷകരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ദൈവം തുറന്ന ആ വഴിയിലൂടെ തൻ്റെ ജനത്തെ ദൈവം നടത്തിയതാണ് അവൻ്റെ ഗ്രേറ്റ്നെസ് എങ്കിൽ അതേ ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ്, വല്ലഭത്വം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ ഈ വർഷം തുറക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്ന വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യും. നിങ്ങൾക്കായി ദൈവം തുറന്ന ആ നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, ഉയർച്ചയുടെ, വിടുതലിൻ്റെ, സമൃദ്ധിയുടെ, അഭിവൃദ്ധിയുടെ, ആരോഗ്യത്തിൻ്റെ വഴിയിലൂടെ നിങ്ങളെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ വഴി ദൈവം എങ്ങനെയാണ് തുറന്നത്? ശത്രുക്കൾ കാണുകയല്ലേ. പുറകിൽ അവരെ അനുഗമിച്ച ഫറവോനും സൈന്യവും, പിറുപിറുത്ത ഇസ്രായേൽ മക്കൾ. നോക്കിയേ, അതിൻ്റെ 31 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. യഹോവ മിസ്രയീമിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിയർ കണ്ടു. പുറപ്പാട് പുസ്തകം 14:31 വാക്യം. യഹോവ മിസ്രയീമിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിയർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു, യഹോവയിലും തൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. അവർ കാണുകെ, ജനം കാണുകെ, മിസ്രയീമ്യർ കാണുകെ, ഫറവോൻ കാണുകെ, പിറുപിറുത്തവർ കാണുകെ ഈ വഴി ദൈവം തുറന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എന്നെ കാണുന്ന ഈ ജനത്തോട് പറയുന്നു, ചിലർ കാണുകെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വാതിലുകൾ തുറക്കും.
ചിലർ കാണുകെ അനുഗ്രഹത്തിൻ്റെ വഴികൾ ദൈവം നിങ്ങൾക്ക് തുറക്കും. നിങ്ങൾ പരാജയപ്പെട്ടു, നിങ്ങൾ തകർന്നു, നിങ്ങൾക്കിനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞവർ കാണുകെ ആ വഴി ദൈവം തുറക്കും. നിങ്ങളുടെ വഴികൾ അടച്ചു കളഞ്ഞവർ കാണുകെ ദൈവത്തിൻ്റെ വല്ലഭത്വം, ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ഇതിനൊരു റീസണുണ്ട്. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ അല്ലെങ്കിൽ മോശയുടെ മുൻപിൽ ചെങ്കടൽ വിഭാഗിക്കപ്പെടുവാനും ദൈവം തുറന്ന വഴിയിലൂടെ അവർ യാത്ര ചെയ്യുവാനും ഒരു കാരണമുണ്ട്. നിങ്ങൾക്കറിയുമോ, അതേ 14-ാം അധ്യായം തന്നെ, പുറപ്പാടിൻ്റെ 13-14 വാക്യത്തിൽ മോശ പറയുന്നുണ്ട്, അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ മുൻപ് കണ്ട മിസ്രൈമ്യരെ ഇനി നിങ്ങൾ മേലാൽ കാണുകയില്ല. അതൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. അത് മോശയുടെ അകത്തുള്ള ആ ഉറപ്പായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ 2016 മുൻകഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട അനർത്ഥങ്ങളെ, പ്രതികൂലങ്ങളെ, മിസ്രൈമ്യരെ, തിന്മകളെ, അടിമത്വങ്ങളെ ഈ വർഷം ഞാൻ കാണത്തില്ല, ആമീൻ എന്ന ഉറപ്പുള്ള ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ, നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത അനുഗ്രഹത്തിലൂടെ നിങ്ങളെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ജോഷുവയോട് പറയുന്നു, ജോഷുവ, ടുഡേ ഐ വിൽ മാഗ്നിഫൈ യു ഇൻ ദ സൈറ്റ് ഓഫ് ഓൾ ഇസ്രായേൽ. ഞാൻ അവർ കാണുകെ ഇന്ന് നിന്നെ വലിയവനാക്കും. പ്രിയ സഹോദരങ്ങളെ, അവർ കാണുകെ ഇൻ ദ സൈറ്റ് ഓഫ് ഓൾ ഇസ്രായേൽ, ഇൻ ദ സൈറ്റ് ഓഫ് ഓൾ യുവർ ഫാമിലി മെമ്പേഴ്സ്, ഓൾ യുവർ ഫ്രണ്ട്സ്. സഹോദരങ്ങളെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മുൻപിൽ ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങളത് വിശ്വസിക്കുക. മിസ്രൈമർ കാണുകെ, ഇസ്രായേൽ ജനം കാണുകെ ദൈവം അത് ചെയ്തു. ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് അതാണ്. നോക്കിയേ, ദാവീദിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്ന 1 ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 16-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ ദാവീദിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഇശ്ശായി 7 പുത്രന്മാരെ ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശ്ശായിയോട് ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിയിലിരിക്കുകയില്ല. ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിൻ്റെ മേൽ വന്നു. നോക്കിയേ, ജോഷുവയുടെ മേൽ മാത്രമല്ല, മോശയുടെ മേൽ മാത്രമല്ല, കാണുകെ വെളിപ്പെട്ട ഗ്രേറ്റ്നെസ് ദാവീദിൻ്റെ മേൽ, ഡേവിഡിൻ്റെ മേൽ. ദാവീദ് അപ്പൻ്റെ ആടുകളെ മേയ്ക്കുവാൻ കാട്ടിലായിരുന്നപ്പോൾ ഇശ്ശായിയുടെ ഭവനത്തിൽ ശമൂവേൽ പ്രവാചകൻ കടന്നു വന്നു ദൈവത്തിൻ്റെ നിയോഗത്താൽ. അപ്പോൾ ശമൂവേൽ പറഞ്ഞു, ഒരുവനെ പ്രവാചകനായി, ഇസ്രായേലിന് രാജാവായി യഹോവ അയച്ചിട്ട് ഞാൻ വരികയാണ്, അവനെ അഭിഷേകം ചെയ്യണം. അപ്പോൾ ഇശ്ശായി തൻ്റെ പുത്രന്മാരെ എല്ലാം ഇറക്കി നിർത്തി. ഇശ്ശായി 7 പുത്രന്മാരെയും ശമൂവേലിന് മുമ്പിൽ നിർത്തി. അപ്പോൾ മിടുക്കന്മാരായ, കഴിവുള്ള, നല്ല കരുത്തുള്ള, സുന്ദരന്മാരായ 7 പുത്രന്മാരെയും ശമൂവേലിന് മുമ്പിൽ നിർത്തിയപ്പോഴും പരിശുദ്ധാത്മാവ് അവരെ ഒന്നും അഭിഷേകം ചെയ്യുവാൻ ശമൂവേലിന് നിയോഗം കൊടുത്തില്ല. ഈ സമയത്ത് ശമൂവേൽ ചോദിക്കുന്നുണ്ട്, ഇനി ആരെങ്കിലും ഉണ്ടോ? നിന്റെ ഭവനത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇശ്ശായി പറയാം, ഇനി ഒരുത്തനുണ്ട്, അവൻ കാട്ടിലാണ്, അവൻ ആടുകളെ മേയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെട്ട, ഈ സഹോദരന്മാരിൽ നിന്ന് അവഗണിക്കപ്പെട്ട, എഴുതി മാറ്റപ്പെട്ട, വലിയ താല്പര്യമൊന്നുമില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ദാവീദിനോട് അവൻ്റെ ഭവനക്കാർക്കുണ്ടായിരുന്നത്. എന്നാൽ പ്രവാചകനായ ശമൂവേൽ പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കുകയില്ല. ആളയച്ച് ആ ദാവീദിനെ തൻ്റെ ഭവനത്തിൽ വരുത്തി. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവൻ്റെ സഹോദരന്മാർ കാണുകെ അവനെ അഭിഷേകം ചെയ്തു. സ്തോത്രം. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ജോഷുവയോട് പറഞ്ഞു, അവർ കാണുകെ, ഇസ്രായേൽ കാണുകെ ഞാൻ നിന്നെ വലിയവനാക്കും. മോശയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചപ്പോൾ ഇസ്രായേൽ ജനം കാണുകെ, മിസ്രൈമ്യർ കാണുകെ ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് മോശയ്ക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നു. ദാവീദിനെക്കുറിച്ച് വായിക്കുമ്പോൾ അവൻ്റെ സഹോദരങ്ങൾ കാണുകെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ്റെ മേൽ വെളിപ്പെട്ടു. എന്താണ് ജോസഫിൻ്റെ അനുഭവം? ജോസഫിൻ്റെ സഹോദരങ്ങൾ കാണുകെ, തൻ്റെ അപ്പൻ കാണുകെ, തൻ്റെ ദേശം കാണുകെ ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് അവൻ്റെ മേൽ വെളിപ്പെട്ടു. ദാനിയേൽ സിംഹത്തിൻ്റെ കുഴിയിൽ വീഴുമ്പോൾ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുന്നു, സിംഹത്തിൻ്റെ വായെ ദൈവം അടച്ചു കളഞ്ഞു. ആ രാജ്യം കാണുകെ ദാനിയേലിന് വേണ്ടി ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് വെളിപ്പെട്ടു വന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം തന്നെ 3-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശത്രുക്, മേശക്, അബേദഹോമിനെ എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞു.
എന്നാൽ 3 പേരെ കൈകാലുകൾ ബന്ധിച്ച 3 ചെറുപ്പക്കാരെ തീച്ചുളലിട്ടപ്പോൾ 4-മനായി ദൈവപുത്രൻ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ ഗ്രേറ്റ്നസ് ശത്രുക് മേശക് അബേദ്നേഗോവിന് വേണ്ടി എരിയുന്ന തീച്ചുള്ളിൽ ഇറങ്ങി വന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പുത്രനായ യേശുവിന് വേണ്ടി അവൻ്റെ ഗ്രേറ്റ്നസ്, അവൻ്റെ വല്ലഭത്വം അവൻ വെളിപ്പെടുത്തി. അവനെ കുരിശിച്ച് കല്ലറയിൽ അടക്കിയെങ്കിലും 3-ാമത്തെ നാൾ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു വന്ന് യേശുവിനെ മരിച്ചവരിൽ നിന്ന് പിതാവ് ഉയർപ്പിച്ചു. അവൻ്റെ ശിഷ്യന്മാർ അവൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥാനത്ത്, സ്തോത്രം, പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞ സ്ഥാനത്ത്, അല്ലെങ്കിൽ ആണയിട്ട് പ്രാഗിപ്പോയ സ്ഥാനത്ത്, അതേ ശിഷ്യന്മാരുടെ മധ്യേ അവൻ ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷനായി. ഈ 2017 എന്ന വർഷത്തിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രവചിക്കുന്നു, ചിലർ കാണുകെ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ചിലർ കാണുകെ ദൈവത്തിൻ്റെ ഗ്രേറ്റ്നസ് നിങ്ങൾ വെളിപ്പെടും. നിങ്ങൾ വിശ്വസിക്കുക, ജോഷുവയുടെ ദൈവം ഇന്നും ജീവിക്കുന്നു, മോശയുടെ ദൈവം ഇന്നും ജീവിക്കുന്നു, അബ്രഹാമിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, ദാനിയേലിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, ശത്രുക് മേശക് അബേദ്നേഗോവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, ജോസഫിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദൈവത്തിൻ്റെ വല്ലഭത്വം, അവൻ്റെ വീരമഹാത്മ്യം നിമിത്തം ഇവയിലൊന്നും കുറഞ്ഞു പോകത്തില്ലെങ്കിൽ, ഒന്നും കുറഞ്ഞു പോകാതെ എല്ലാറ്റിൻ്റെ മേലും ദൈവത്തിൻ്റെ സമൃദ്ധി, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ വിടുതൽ നിങ്ങളുടെ മേൽ വരും. ചിലർ പറയുന്നു, എന്തിനാണ് ഈ സമൃദ്ധി പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ദൈവം ആരാണ്? ദൈവം വലിയവനല്ലേ? ദൈവം വല്ലഭത്വമുള്ളവനല്ലേ? കഷ്ടതയില്ലെന്നല്ല, പ്രതിസന്ധികളില്ലെന്നല്ല. ദാനിയേൽ എത്രയോ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ശത്രുക് മേശക് അബേദ്നേഗോവും തീച്ചൂളയിൽ വീഴുവാനിടയായി. ദാനിയേൽ എത്രയോ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ദാവീദ് എത്രയോ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ജോസഫ് അനുഭവിച്ചതുപോലെ കഷ്ടത ആരനുഭവിച്ചു? കഷ്ടതയില്ലെന്നല്ല, പ്രതിസന്ധികളില്ലെന്നല്ല. യോഹന്നാൻ 16:33 യേശു പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എൻ്റെ തലയിലൂടെ പലരെയും ഓടിക്കുമാറാക്കി, തീയിലൂടെയും വെള്ളത്തിലൂടെയും ഞാൻ നടക്കേണ്ടി വന്നു, എങ്കിലും അവൻ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രതിസന്ധികൾ ഉണ്ടാകാം, ഈ വർഷത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകാം, ഇല്ലെന്ന് ചിന്തിക്കരുത്. ഉണ്ടാകാം, വെല്ലുവിളികൾ ഉണ്ടാകാം, ചോദ്യങ്ങൾ ഉണ്ടാകാം, തീച്ചൂളയുടെ അനുഭവങ്ങൾ ഉണ്ടാകാം, എങ്കിലും അതിൻ്റെ നടുവിലും അവൻ്റെ വീരമഹാത്മ്യം, അവൻ്റെ വല്ലഭത്വം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരാം. പക്ഷേ നിങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കണം, ഇന്ന് കണ്ട മിസ്രൈമിനെ നാം മേലാൽ കാണത്തില്ല, മുൻപ് വന്ന കഷ്ടതകൾ എൻ്റെ ജീവിതത്തിൽ വരത്തില്ല. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവത്തിൻ്റെ ഗ്രേറ്റ്നസ് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടും. ജോഷുവയോട് പറഞ്ഞ വചനം ഞാൻ വിശ്വസിക്കുന്നു, അവർ കാണുകെ എന്നെ വലിയവനാക്കും. ഞാൻ പരാജയപ്പെട്ടു എന്ന് വിധി എഴുതിയവർ കാണുകെ എൻ്റെ ദൈവം എന്നെ കൈപിടിച്ചുയർത്തും എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ വല്ലഭത്വം, യേശുവിൻ്റെ വല്ലഭത്വം, അവൻ്റെ ഗ്രേറ്റ്നസ് നിങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയാകും. പാസ്റ്റർ, സിസ്റ്റർ പേര് റാണി എന്നാണ്, എഴുകോണിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് ബ്രെയിൻ ട്യൂമറായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഇപ്പോൾ പൂർണ്ണ സൗഖ്യമുണ്ട്. എൻ്റെ പേര് റാണി എന്നാണ്. എൻ്റെ ഹസ്ബൻഡിന് 2006 ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ബ്രെയിൻ ട്യൂമറായിരുന്നു. അത് നോർമലാണ്, കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ 2016 ഫിറ്റ്സ് പോലെ, ജന്നി പോലെ വന്നിട്ട് ഞങ്ങളോട് സ്കാൻ ചെയ്തപ്പോൾ 4.5 സെൻറ്റിമീറ്റർ ഇത് വളർന്നു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രയിലേക്ക് തന്നെ പോകണം, ഓപ്പറേഷൻ വീണ്ടും വേണമെന്ന് പറഞ്ഞു പോയി. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ, പാസ്റ്റർ കണ്ട് പ്രാർത്ഥിക്കാൻ വന്ന് ഞായറാഴ്ച ദിവസം എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം വന്ന് നിന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ഞങ്ങൾ ശക്തമായി ഞങ്ങളുടെ മേലെ അനുഭവപ്പെട്ട് ഞങ്ങളിവിടുന്ന് ആ ഒരു ഇതിൽ ഞങ്ങൾ പോയി ഡേറ്റ് എടുക്കാൻ ചെന്നപ്പോൾ മാർച്ചിലേക്കാണ് ഡേറ്റ് തന്നത്. അപ്പോൾ ഡേറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. മാർച്ചാണ് തന്നെയെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇത് ഇപ്പോൾ കർത്താവേ നിൻ്റെ ഇഷ്ടം എന്ത് തന്നെ ആയിരുന്നാലും അത് നേരത്തെ ഞങ്ങൾക്കത് ചെയ്യണം. അങ്ങനെ ഒരാഴ്ച ആയപ്പോഴത്തേന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്ന് ബെഡ് ഒഴിവുകൊണ്ട് പോയി. അങ്ങനെ സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മേജർ ഓപ്പറേഷനാണ്, 4.5 സെൻറ്റിമീറ്റർ വളർന്നിരിക്കുക. ഇത് വളർന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സംസാരവുമായി ബന്ധപ്പെട്ടതും വലതുവശത്ത് ചലനവുമായിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ചിന്തിച്ച് വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്നേരമൊക്കെ കർത്താവ് അതിന് ബലപ്പെട്ട് നിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ ഞങ്ങളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, വലതുവശത്ത് നിന്ന് പൂർണ്ണമായിട്ട് ഇത് എടുത്തിട്ടുണ്ട്, അപ്പോൾ ആ ഭാഗം തളർന്നു പോകാനാണ് സാധ്യതയെന്ന് പറഞ്ഞു. പക്ഷേ ഓർമ്മ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് ആ ചലനമുണ്ട്, പക്ഷേ സംസാരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അപ്പോഴെല്ലാം ദൈവം കെയർ സെല്ലിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ഇതിനെല്ലാം പോകുന്നത്. അവിടെ നിന്ന് തന്നെ വ്യക്തമായിട്ട് കൃത്യമായി വിളിക്കുകയും അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ട്.
റൂം എടുത്ത് താമസിക്കുകയാണ്. സംസാരിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ എനിക്ക് എൻ്റെ മകനാണ് വലുത്, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ നിൻ്റെ കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ കരം പിടിച്ചിരിക്കുന്ന സമയത്ത് ബിനു ബ്രദർ ഞങ്ങളെ വിളിച്ചു. എല്ലാവരും ഞങ്ങളെ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിനു ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ കൂടെ ഉണ്ട്, കരം പിടിച്ചിരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേന് സംസാരിക്കാതായിട്ട് 4 ദിവസമായി. ഡോക്ടേഴ്സ് ഒന്നും പറയുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവർ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ശക്തമായിട്ട് ആ രാത്രിയിൽ ബിനു ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിറ്റേന്ന് രാവിലെ സംസാരിച്ചതായിട്ട് 4-ാമത്തെ ദിവസം സംസാരിച്ചതായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടി. പിന്നെന്ന് പറഞ്ഞാൽ ഓർമ്മയെല്ലാം നശിച്ചൊരു, ഒന്നും ഓർക്കുന്നില്ല പുള്ളിക്കാരൻ. കുളിക്കുന്നതോ ആഹാരം കഴിക്കുന്നതോ ഒന്നും അദ്ദേഹത്തിന് ഒരു ഓർമ്മയും വരുന്നില്ല. ആ ഓർമ്മയെല്ലാം നശിച്ചൊരവസ്ഥയിലായിരുന്നു. എന്നാൽ ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഒരു അവസ്ഥയിലും ദൈവം തമ്പുരാൻ ഞങ്ങളെ ശക്തമായിട്ട് നിർത്തി. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സംസാരിക്കുന്നുണ്ട്, നോർമൽ അവസ്ഥയിലാണ്, എല്ലാ ഓർമ്മകളുണ്ട്, ഞങ്ങളെക്കാൾ ഓർമ്മയായിട്ട്. കരങ്ങൾ അടിച്ച് God bless you. 2 കരങ്ങളും അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. പ്രിയ കർത്താവേ, ഈ നിമിഷം എന്നെ കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടിയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വല്ലഭത്വം, അങ്ങയുടെ വീരമഹാത്മ്യം നിൻ്റെ ജനത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നും കുറഞ്ഞു പോകല്ലേ കർത്താവേ. ജോഷുവയോട് പറഞ്ഞു, ജോഷുവ അവർ കാണുകെ ഞാൻ നിന്നെ വലിയവനാക്കും. ഇസ്രായേൽ ജനം കാണുകെ, മിസ്രൈമിൽ കാണുകെ അങ്ങയുടെ മഹാപ്രവൃത്തി തൻ്റെ ജനത്തിന് മുൻപാകെ വെളിപ്പെട്ടെങ്കിൽ, ദൈവം ചെങ്കടലിനെ വിഭാഗിച്ച് ആ വഴിയിലൂടെ തൻ്റെ ജനത്തെ നടത്തിയെങ്കിൽ, യേശുവേ അങ്ങിൽ വിശ്വസിക്കുന്നവർ അങ്ങ് തുറന്ന വഴിയിലൂടെ ഈ വർഷം യാത്ര ചെയ്യട്ടെ. അങ്ങ് തുറന്ന ആ അത്ഭുതത്തിൻ്റെ വാതിലിലൂടെ, വഴിയിലൂടെ ഈ 2017 അവർ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ലൈഫിലൊന്നും മിസ് ചെയ്യാതെ സകലതും ഇവരിൽ ആഡ് ചെയ്യണമേ. നീ ഇവരെ അനുഗ്രഹിക്കണമേ. തീച്ചൂളയ്ക്ക് സമമായ അനുഭവങ്ങൾ വെളിപ്പെട്ട് വരുമ്പോഴും പ്രതിസന്ധികളുടെ നടുവിലും ഇവർ ഉറച്ചു വിശ്വസിക്കട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ വല്ലഭത്വം, അവൻ്റെ ഗ്രേറ്റ്നെസ് ഇതിനകത്ത് വെളിപ്പെട്ട് വരുമെന്ന്. അത് വിശ്വസിക്കുന്നവർ ഈ വർഷം അത് കാണുവാനും അനുഭവിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും കർത്താവിനെ നിറയ്ക്കണമേ. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, ഇവരുടെ ശരീരത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.